ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും ചീരയും തോരനാണ്. അപ്പൊ ഇവിടെ പരിപ്പ് ഉണ്ടായിരുന്നില്ല. ഞാനും എന്റെ അനിയനും അതായത് ടുട്ടുമായിട്ട് ഞങ്ങള് പരിപ്പ് മേടിക്കാൻ പോയി തിരിച്ചു വന്ന് പിന്നെ നമ്മള് ചീര ഇവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ പറമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ആ ചീര ഒന്ന് പറിക്കാൻ പോയിട്ട് വരാം. അതായത് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ വീട്ടിൽ ഉണ്ടായ ചീര, അതായത് ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായ ചീരയാണ്. ഞാൻ പറിക്കാനൊക്കെ പോയതാണ്. ഇവിടെ ഒരാള് വന്ന് ചീരയൊക്കെ പറിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് നേരെ കറി വെക്കുന്നതിലേക്ക് പോകാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ തേങ്ങ ഇവിടെ ചിരണ്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ശകലം മഞ്ഞപ്പൊടി രണ്ടെണ്ണമായിട്ടാണ് നമ്മളിവിടെ ഇലണ്ടൊക്കെ അരിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിത് പരിപ്പിന്റെ കൂടെ ജീരകം ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ തണ്ടാണ് വേവിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. കുക്കിംഗ്. അപ്പൊ നമ്മളിവിടെ പരിപ്പ് വെള്ളം കഴുകി വേവിച്ചിട്ട് അറ്റുന്ന വരെ അതായിട്ട് കുറച്ച് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉപ്പിട്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മള് അതിലേക്ക് ഇത്തിരി കറിവേപ്പിലാണ് ഇടുന്നത്. തണ്ട്, ഈ ചീരയുടെ തണ്ടാണ് ഇടുന്നത്. ഇല നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഫ്രഷ് ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ നമ്മള് രണ്ടല്ലി രണ്ടെണ്ണമായിട്ടാണ് നമ്മളിവിടെ ഇലയണ്ടൊക്കെ അരിഞ്ഞിട്ടുള്ളത്. ഇനി പരിപ്പിന്റെ കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഞാൻ ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. കുക്കിംഗ്. ഇപ്പൊ നമ്മളിവിടെ പരിപ്പ് വെള്ളം കഴുകി വേവിച്ചിട്ട് വെള്ളം കടുകിടുന്ന വരെ നമ്മൾ അതിങ്ങനെ അതായിട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മള് അതിലേക്ക് തണ്ട്, ഈ ചീരയുടെ തണ്ടാണ് ഇടുന്നത്. ഇല നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു തേങ്ങ ചിരണ്ടുമാണ് നമ്മളിവിടെ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളുടെ ഇലയും തണ്ടൊക്കെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോ മുളകും കരിവേപ്പിലയും കൂടെ വേവിക്കണം. അപ്പൊ നമ്മൾ തണ്ടാണ് വേവിക്കുന്നത്. നമുക്ക് നേരെ മുളകും കരിവേപ്പിലാണ് ഇടാം. അപ്പൊ നമ്മളിവിടെ പരിപ്പ് വെള്ളം കഴുകി വേവിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെന്ന് പറഞ്ഞത് ഉപ്പിട്ട് നമ്മളിവിടെ അതിന്റെ കൂടെ അതിലേക്ക് ഇത്തിരി തണ്ട്, ഈ ചീരയുടെ തണ്ടാണ് ഇടുന്നത്. അപ്പൊ ഇല നമ്മളിവിടെ മാറ്റുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു തേങ്ങ നടക്കണം. അപ്പൊ ഇവിടെ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇളക്കുന്നത് നിർത്താം. രണ്ടെണ്ണമാണ് നമ്മളിവിടെ ഇലയുണ്ടൊക്കെ. അതിനുശേഷം നമ്മളിവിടെ നേരത്തെ ചീരയുടെ ഇലയാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ തണ്ടാണ് വേവിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. കുക്കിംഗ്. അപ്പൊ നമ്മളിവിടെ വെള്ളം കഴുകി വേവിച്ചിട്ട് വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിടി വെച്ചിട്ട് ഇളക്കാവുന്നതാണ്. കാര്യം ചില ചീനച്ചട്ടികൾ നമ്മള് അതിലേക്ക് ഇത്തിരി ഇളക്കുമ്പോഴത്തേക്കും ഇത് കിടന്നിങ്ങനെ ആടാൻ തുടങ്ങും. ചീരയുടെ തണ്ടാണ് ഇടുന്നത്. വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിവിടെ മാറ്റി ഒരു പിടി എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇളക്കാവുന്നതാണ് നമ്മളിവിടെ. ഓക്കെ. അപ്പൊ ഇവിടെ നല്ലൊരു മണം ഇലയും തണ്ടൊക്കെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ അമ്മച്ചമ്മ ആയതുകൊണ്ട് പറയുവല്ല. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് വേവിക്കുന്നത്. നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. നല്ല മണവും വരാറുണ്ട്. അപ്പൊ നമ്മളിവിടെ വേവിച്ചിട്ട് വെള്ളം അറ്റുന്ന വരെ നമ്മൾ അതിങ്ങനെ കുറച്ച് ഉപ്പിടണം. സമയത്ത് ചേർക്കുന്നു. നമ്മളത് എല്ലാം തണ്ട്, ചീരയുടെ തണ്ടാണ് ഇടുന്നത്. ഇല നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു തേങ്ങ ചിരണ്ടുമാണ് നമ്മളിവിടെ. ഓക്കെ.
അപ്പൊ ഇവിടെ നമ്മൾ ചീരത്തോരൻ കുറച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പൊ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ ഇലയും രണ്ടൊക്കെ അരിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിത് നമുക്കിത് പ്ലേറ്റിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അപ്പൊ അവസ്ഥ കണ്ടാണ് വേവിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം കുക്കിംഗ്. അപ്പൊ ഇവിടെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. കഴുകി വേവിച്ചിട്ട് വെള്ളം അറ്റുന്ന വരെ നമ്മൾ അതിങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മള് അതിലേക്ക് നല്ല മണം കേട്ടോ. തണ്ട് എല്ലാവരും ചീരയുടെ തണ്ടാണ് വീട്ടില് ട്രൈ ചെയ്യില്ല. നമ്മളിവിടെ മാറ്റി പിന്നെ നിങ്ങൾക്ക് നമ്മളിവിടെ എങ്ങനെയാണ് നിങ്ങൾ ഇത് കഴിച്ചിട്ട് എങ്ങനെ അതൊക്കെ നിങ്ങളെ കമന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മളുടെ ലൈക്ക് ചെയ്യണേ.